നന്ദി, യേശുവേ സ്തോത്രം. ഞാൻ കോട്ടയം ആർപ്പുക്കരയിൽ നിന്ന് വരുന്നു. കൃപാസന അമ്മ വഴി യേശു തന്ന ഒരു അനുഗ്രഹത്തിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ആർപ്പുക്കര കോട്ടയം KSRTC ഡിപ്പോയിലെ കണ്ടക്ടറാണ്. ഞാൻ 2023 ഒക്ടോബർ മാസമാണ് ഇവിടെ വന്ന് എൻ്റെ ഭാര്യ ഉടമ്പടി എടുത്തത്. ഈ കഴിഞ്ഞ മാർച്ച് മാസം 13-ാം തീയതി ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കോട്ടയം KSRTC സ്റ്റാൻഡിൻ്റെ വാതിക്കൽ വെച്ച് രാത്രി 12:30 ആയപ്പോൾ ഒരു വാഹനം വന്ന് എൻ്റെ ബൈക്കിൽ ഇടിച്ച് ഞാൻ വഴിയിൽ വീണ് ബോധമില്ലാതെ കിടക്കുകയായിരുന്നു. അവിടുത്തെ എൻ്റെ 2 സഹപ്രവർത്തകരും അവിടുത്തെ ഓട്ടോറിക്ഷക്കാരും കൂടെ കൂട്ടി എന്നെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. അവരവിടുന്ന് എക്സ്റേ എടുത്ത് എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് അവരെന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഞാൻ വീട്ടിൽ വന്നിട്ട് എനിക്ക് കിടക്കാനും മേലെ ഇരിക്കാനും മേലെ. പിറ്റേ ദിവസം രാവിലെ ഞാൻ വൈഫിനെയും കൂട്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചെന്നു. അവരവിടെ എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ 5 വാരിയൽ ഒടിഞ്ഞിരിക്കുന്നതും കൈയുടെ ഷോൾഡർ ഒടിഞ്ഞിരിക്കുന്നതായും കാണപ്പെട്ടു. അവരെന്നെ അവിടെ പറഞ്ഞു, ശ്വാസകോശത്തിനകത്ത് വായു കടന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് ശ്വാസകോശം തുളച്ച് വായു എടുത്ത് കളയണം എന്ന് പറഞ്ഞു. ഉടൻ തന്നെ അത് ചെയ്യണം, ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വൈഫോട് പറഞ്ഞു, എൻ്റെ മാതാവേ, എൻ്റെ ചങ്ക് തുളയ്ക്കാനുള്ള ഇടവരുത്തരുതേ മാതാവേ, ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടെ എന്നെ സ്ട്രെച്ചറിൽ അവിടെ കൊണ്ട് കിടത്തി. 8 ദിവസം ഞാൻ അവിടെ ആശുപത്രിയിൽ കിടന്നു. ആശുപത്രിയിൽ കിടന്നിട്ട് അവർ പറഞ്ഞു, വാരിയിൽ 5 എണ്ണം പൊട്ടിയിട്ടുണ്ട്, ഭയങ്കര വേദനയായിരിക്കും, രാവിലെയും ഒരു പെയിൻ കില്ലർ 500-ൻ്റെ, വൈകുന്നേരം ഒരു പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അവർ 8 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു. അവർ പറഞ്ഞു, ഇത് 3 മാസത്തേന് ഭയങ്കര വേദനയായിരിക്കും, അതിശക്തമായ വേദനയാവും, കിടക്കാനും ഒക്കെ പാടാണ്, പിടിച്ച് കിടത്തണം. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ 2 പേര് പിടിച്ചാണ് എന്നെ കട്ടിലേക്ക് കിടത്തുന്നത്. മൂത്രം ഒഴിക്കാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ എന്നെ 2 പേര് പിടിച്ച് എഴുന്നേൽപ്പിക്കണം. 2 കൈയിലും പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ടാണ് ഞാൻ ബാത്റൂമിലൊക്കെ പോകുന്നത്. അതുപോലെ പോയിട്ട് വന്നു കഴിയുമ്പം എനിക്ക് തന്നെ കിടക്കാൻ വയ്യത്തില്ല, 2 പേര് പിടിച്ച് താങ്ങിയാണ് എന്നെ ബെഡേ കിടത്തുന്നത്. അപ്പം മാർച്ച് 25-ാം തീയതി മാതാവിൻ്റെ മംഗളവാർത്ത ദിവസമായിരുന്നു. അന്ന് എൻ്റെ മൊബൈലിൽ ഒരു മെസ്സേജ് അയച്ചു, ഇന്ന് മാതാവിനോട് എന്ത് കാര്യം ചോദിച്ചാലും നിങ്ങൾക്കത് ലഭിക്കും എന്ന് പറഞ്ഞു. അത് 12 മണിക്ക് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു. ഒരു 10 മണിയായപ്പോൾ എനിക്ക് ആഹാരം തന്നു. ഞാൻ കിടക്കാനായിട്ട് മോളും എൻ്റെ ഭാര്യയും കൂടെ എന്നെ പിടിച്ച് കട്ടിലേക്ക് കിടത്തി. ഒരു 11 മണിയായപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടൽ വന്നു. ശ്വാസം മുട്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് ശ്വാസം എടുക്കാൻ മേല, ഒരു തരത്തിൽ എനിക്ക് ശ്വാസം മുട്ടപ്പോൾ ഞാൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. എൻ്റെ കണ്ണൊക്കെ വെളിയിലോട്ട് തള്ളി വരുന്നത് ഒരു മരണാവസ്ഥയിലോട്ട് എത്തുന്ന ഒരു അവസ്ഥയായി. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ മരിച്ചു പോകും, എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അവളമ്മ എൻ്റെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന് കൃപാസനം തൈലം എടുത്തുകൊണ്ട് വന്ന് എൻ്റെ നെറ്റിയിൽ കുരിശ് വരികയും എൻ്റെ ദേഹത്തൊന്നും തൊടാൻ പറ്റത്തില്ല, കാരണം എന്നെ തിരുമാനും പറ്റത്തില്ല, വാരിയിൽ 5 എണ്ണം പൊട്ടിയിരിക്കുവാണ്. അതുകൊണ്ട് ദേഹത്ത് പിടിച്ചു കഴിഞ്ഞാൽ അത് അങ്ങനെ ആയതുകൊണ്ട് പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവൾ പയ്യെ എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ചു. എന്നിട്ട് തൈലം എടുത്ത് എൻ്റെ നെഞ്ചത്തൊക്കെ പൊട്ടി ആവി പിടിച്ചു. എന്നിട്ടൊന്നും എനിക്ക് വരുന്നില്ല. ഞാൻ പറഞ്ഞ പ്രഷർ നോക്കിയപ്പം പ്രഷർ കണ്ടമാനം കൂടി. അപ്പോൾ ഇവർ കരയാൻ തുടങ്ങി. വീട്ടിൽ അടുത്തുള്ള ചേട്ടനെയൊക്കെ വിളിച്ച് വരുത്തി. എല്ലാവരും വന്നു. ഒരു തരത്തിലും ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഇരിക്കുന്നു. പെട്ടെന്ന് കുറേ നേരം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റി, നോർമലായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിനി കിടക്കുന്നില്ല, കിടന്നാൽ എനിക്ക് ശ്വാസം മുട്ടും, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, കസേര ഇരുന്ന് ഉറങ്ങാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കസേര ഇരുന്നു. ഇവർ അവിടെ പ്രാർത്ഥിച്ചു. 12 മണിയുടെ പ്രാർത്ഥന കഴിഞ്ഞു. പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് ഞാനൊരു കസേര ഇട്ടിരിക്കുന്നു, എൻ്റെ ഓപ്പോസിറ്റ് കസേര ഇട്ടിരുന്നു. ഞങ്ങൾ കസേരയിലിരുന്ന് ഉറങ്ങുകയാണ്, കാരണം കിടക്കാൻ പേടിയാണ്. കിടന്നു കഴിഞ്ഞാൽ ഇനി ശ്വാസം മുട്ടുപോകും എന്ന് വിചാരിച്ച് ഞാൻ കിടക്കുന്നില്ല. 1 മണി 2 മണി ആയപ്പം എൻ്റെ ഇടത് സൈഡിലാണ് ഒടിഞ്ഞത്, ഈ തോളിലാണ് ഒടിഞ്ഞത്. എൻ്റെ ഈ തോളിലെ ശക്തമായ ഒരു അടി കിട്ടുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നോക്കിയിട്ട് ഞാൻ ഭാര്യയോട് ചോദിച്ചു, നീ എന്തിനാ എന്നെ അടിച്ചതെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞു, ഞാൻ അടിച്ചില്ലല്ലോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ സൈഡിൽ മാതാവ് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ മാതാവായിരിക്കും എന്നെ അടിച്ചത്, നമുക്ക് ഇനി ഒരു കാര്യം ചെയ്യാം, കിടക്കാമെന്ന് പറഞ്ഞു. കാരണം അന്ന് ഞാൻ വൈകുന്നേരം ആഹാരം കഴിച്ചിട്ട് കിടക്കുമ്പോൾ 2 പേരെ പിടിച്ചാണ് എന്നെ കിടത്തിയത്. പക്ഷേ കിടക്കാമെന്ന് പറഞ്ഞു, എന്നാൽ ശരി കിടന്നേക്കാമെന്ന് പറഞ്ഞ് ഞാൻ പിടിക്കുന്ന കാര്യമെല്ലാം മറന്നുപോയി. ഞാൻ പെട്ടെന്ന് കയറി കിടന്നു.
പിറ്റേ ദിവസം രാവിലെ എന്നെ ആരും പിടിക്കേണ്ട വന്നില്ല, ഞാൻ എഴുന്നേറ്റ് പോരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഇന്നലെ വരെ നിങ്ങൾ രണ്ടുപേര് പിടിച്ചല്ലേ കിടത്തി എഴുന്നേൽപ്പിച്ച്, ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറയും. ഞാൻ ഒരു കുഴപ്പമില്ല, പെയിൻ കില്ലർ കഴിക്കേണ്ട കാര്യം വന്നില്ല. എൻ്റെ വേദന രാവിലെയും വൈകിട്ടും 500 പെയിൻ കില്ലർ കഴിച്ചാണ് ഞാൻ പക്ഷേ എനിക്കൊരു വേദന പോലും പിന്നെ അനുഭവപ്പെട്ടില്ല. പെട്ടെന്ന് തന്നെ അടുത്ത വെള്ളിയാഴ്ചയാണ് എനിക്ക് ഡോക്ടറെ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണാൻ എക്സ്റേ എടുത്തുകൊണ്ട് ചെല്ലണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ എക്സ്റേ എടുത്തുകൊണ്ട് ഡോക്ടറെ എടുക്കാൻ ചെന്നപ്പോൾ ഡോക്ടർ പറയുകയാണ്, ഇത് വാരിയിൽ പൊട്ടിയതായിട്ടൊന്നും കാണുന്നില്ലല്ലോ, ഇത് എവിടെയാണ് വാരിയിൽ പൊട്ടി, നിങ്ങൾക്ക് വാരിയിൽ പൊട്ടിയോ, ആരാ പറഞ്ഞു വാരിയിൽ പൊട്ടിയെന്ന് പറഞ്ഞു. ആ ഡോക്ടർ തന്നെ പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നിങ്ങൾ എല്ലാ പണിയും ചെയ്തു, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. വണ്ടി ഓടിക്കുകയോ കാർ ഓടിക്കുകയോ ബൈക്ക് ഓടിക്കുകയോ ഒക്കെ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ പിറ്റേ ദിവസം മുതൽ കാർ ഓടിക്കാനും ബൈക്ക് ഓടിക്കാനും ഒക്കെ തുടങ്ങി. ഒരു കുഴപ്പമില്ലായിരുന്നു. അമ്മ മാതാവ് തന്ന ഈ അനുഗ്രഹത്തിന് ഞാനും എൻ്റെ കുടുംബവും 1000 നന്ദി പറയുന്നു. ഇത് ഞങ്ങളുടെ കുടുംബത്തിന് കിട്ടിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി പറയുന്നു. വേറൊരു സാക്ഷ്യം കൂടെ പറയാനുണ്ട്. എൻ്റെ കൊച്ചു +2 പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. +1 അവൾക്ക് മാർക്ക് ഇച്ചിരി കുറവായിരുന്നു. അവൾ പഠിക്കുമായിരുന്നു. +2 ആയപ്പോഴത്തേനും പരീക്ഷയുടെ സമയമായപ്പം അവൾക്ക് ഭയങ്കര കൈവേദന വന്നു. വലത് കൈക്ക് എഴുതാൻ മേലാത്ത ഒരു അവസ്ഥ, കൈ ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു. അവൾ പറഞ്ഞു, അമ്മ ഞാൻ എങ്ങനെ എഴുതും, ഈ എസ്സേ ഒക്കെ എഴുതി കഴിഞ്ഞാൽ വലിയ പാടാണ്, എങ്ങനെ എഴുതുന്നത്. അമ്മ പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട മോനെ, മാതാവല്ലേ നമ്മുടെ കൂട്ടത്തിൽ ഉള്ളത് എന്ന് പറഞ്ഞ് അവൾ ആ കൃപാസനത്തിലെ തൈലമെടുത്ത് കൊച്ചിൻ്റെ കയ്യെ പടത്തി കൊടുത്തു. എന്നിട്ട് കാശുരൂപം കൊടുത്തിട്ട് പറഞ്ഞു, മോൻ ഇതുകൊണ്ട് പോയി പരീക്ഷ എഴുതിക്കൂ, ഒരു കുഴപ്പവും വരത്തില്ല, ധൈര്യമായിട്ട് മോൻ പോയി എഴുതിക്കോളാൻ പറഞ്ഞു. അവൾ പോയി പരീക്ഷ എഴുതി. അവൾക്ക് +2 എല്ലാ വിഷയത്തിലും ഫുൾ A+ കിട്ടി. 98.5% മാർക്കോടുകൂടി അവൾ പാസ്സായി. അത് കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് വേറൊരു അനുഗ്രഹമാണ് ഇനി പറയാൻ പോകുന്നത്. ജർമ്മൻ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ ജർമ്മൻ പഠിക്കാൻ പോകാനായിട്ട് ഞങ്ങൾ കൊണ്ട് ചേർത്തു. ജർമ്മൻ പഠിക്കാൻ പോയപ്പം അവൾ A1 A2 B1 പാസ്സായി. B2 അവിടെ പരീക്ഷ എഴുതുമ്പോൾ എല്ലാം അവൾ തോറ്റു പോകും. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മ എനിക്കിത് വേറെ ഭാഷയാണ്, ഇത് തോറ്റു പോവും, എനിക്കിത് കൊണ്ട് പറ്റത്തില്ല, ഇത് എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം വൈഫ് പറഞ്ഞു, മോനെ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, മാതാവല്ലേ നമ്മുടെ കൂടെ ഉള്ളത്, മോൻ എന്തിനാണ് പേടിക്കുന്നത്, മാതാവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനാണ് പേടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ജർമ്മൻ്റെ പരീക്ഷ 4 മൊഡ്യൂളായിട്ടാണ് എഴുതേണ്ടത്. ഞങ്ങളത് അപ്പം എല്ലാവർക്കും കിട്ടാൻ വലിയ പാടായിരുന്നു. 2 മൊഡ്യൂൾ വീതമാണ് കിട്ടിയത്. ഞങ്ങൾക്ക് 2 മൊഡ്യൂൾ കൊച്ചിയിൽ കിട്ടി, പിന്നെ 2 മൊഡ്യൂൾ കോയമ്പത്തൂരാണ്. 4 മൊഡ്യൂൾ കോയമ്പത്തൂർ ഞങ്ങൾ എടുത്തു പരീക്ഷ എഴുതാൻ വേണ്ടി. 2 മൊഡ്യൂൾ കൊച്ചിയിൽ എഴുതിയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഭയങ്കര പാടായിരുന്നു അമ്മേ, ജയിക്കുമോ ഇല്ലെന്ന് പാടാ. അപ്പം അവിടെ കൃപാസനത്തിലെ കാശുരൂപോ കൊന്തയോ മാലയോ ഒന്നും അവിടെ കയറ്റത്തില്ല, എല്ലാം വെളിയിൽ വെച്ചാണ് അവിടെ പരീക്ഷ എഴുതിക്കുന്നത്. അപ്പം അവൾ പരീക്ഷ എഴുതാൻ പോയപ്പോൾ എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയിരിക്കുമായിരുന്നു. വൈഫ് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവൾ പരീക്ഷ എഴുതി വന്ന് കോയമ്പത്തൂർ എഴുതാൻ പോയപ്പോഴത്തേനും അവൾ കൃപാസന അമ്മയുടെ കാശുരൂപം കൊണ്ടുപോയി. കാശുരൂപമായിട്ടാണ് അവൾ പരീക്ഷ എഴുതാൻ പോയത്. അപ്പം കൊച്ചിയിലെ റിസൾട്ട് വന്നപ്പം അവൾ 2 മൊഡ്യൂൾ പാസ്സായി, 2 പാസ്സായിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി 2 കൂടെ പാസ്സാകണം, എന്നാലേ പോകാൻ പറ്റുള്ളൂ. അപ്പം കോയമ്പത്തൂർ മൊഡ്യൂൾ വരാനായിട്ട് 30 ദിവസം കഴിയുമ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് വന്നില്ല, അത് താമസിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇവൾ പറഞ്ഞു, അയ്യോ അത് പരീക്ഷയെല്ലാം തോറ്റുകൊണ്ടായിരിക്കും വരാൻ താമസമെന്ന് പറഞ്ഞ് അവൾക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, മോനെ ഒന്നും പേടിക്കേണ്ട, മാതാവല്ലേ നമ്മുടെ കൂടെ ഉള്ളത്, ഇത് 4 മോന് പാസ്സാകാൻ പ്രവർത്തിച്ചു. കോയമ്പത്തൂർ റിസൾട്ട് വന്നപ്പം അവൾ 4 മൊഡ്യൂളും നല്ല മാർക്കോടുകൂടി പാസ്സായി. അങ്ങനെ എഴുതിയ 4 മതി, പക്ഷേ 6 അവൾ പാസ്സായി. ഈ അനുഗ്രഹത്തിന് മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയാൻ വേണ്ടിയാണ് ഞാനും എൻ്റെ വൈഫ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ എല്ലാ മാസവും 3 കെട്ട് പത്രം ഹോസ്പിറ്റലുകളിലും ബസ് സ്റ്റാൻഡിലും എല്ലാം കൊടുത്ത് 3 കെട്ട് പത്രം കൊടുക്കാറുണ്ട്. പിന്നെ ഒരു സാധു കുടുംബത്തിന് എല്ലാ മാസവും ഞാൻ എന്നാലാവുന്ന വിധത്തിൽ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊണ്ടുവന്ന് ആ വീട്ടിലെത്തിക്കാറുണ്ട്. എല്ലാ ദിവസവും തന്നെ വിശുദ്ധ കുർബാന കാണാൻ പോകാറുണ്ട്. പിന്നെ മകളെ ഞാൻ 10 വർഷമായിട്ട് ലോഗോസിന് പഠിപ്പിച്ചു. എല്ലാ വർഷവും തന്നെ അവൾ ബൈബിൾ ക്വിസിന് ഫസ്റ്റ് വാങ്ങിച്ച്. എനിക്ക് അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ മക്കളിലൂടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനും എൻ്റെ കൊച്ചുമാണ് പോകുന്നത് എല്ലാ ദിവസവും പള്ളിയിൽ. മഴയായത് കാരണം ഇപ്പം പോക്ക് നടക്കുന്നില്ല. 139 സങ്കീർത്തനം 5 തിരുവചനം പറയുന്നു, മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്, ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു, എനിക്ക് അപ്രാപ്യമാം വിധം അത് ഉന്നതമാണ്. റാണി ജയമോൻ്റെ മനോഹരമായ സാക്ഷ്യം നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് വിശ്വസ്തതാപൂർവം പരിശുദ്ധ അമ്മയോടുള്ള തങ്ങളുടെ മധ്യസ്ഥത്തിന് നന്ദി പറഞ്ഞതിൻ്റെ
ഒരു വലിയ സാക്ഷ്യമാണ് ഇവിടെ അൾത്താരയിൽ പങ്കുവച്ചത്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയാം. റാണിയും ജയമോനും തങ്ങളുടെ മകൾക്ക് വേണ്ടിയും പരിശുദ്ധ അമ്മ ഇവിടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്, ഈ അൾത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് നമ്മോട് ഓർമ്മിപ്പിച്ചത് ഇതാണ്: ദുരന്തമുണ്ടാകാൻ പോകുന്നു. നമ്മുടെ ജയമോൻ്റെ ഒരു വലിയ ദുരന്ത കഥയാണ് നാം ഇപ്പോൾ കേട്ടത്. അദ്ദേഹം ഒരു KSRTC കണ്ടക്ടർ ആണ്, ഓഫീസ് വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത്, ഒരു ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ ആളുടെ 5 വാരിയെല്ലുകളാണ് ഒന്നിച്ചൊടിഞ്ഞത്. അതിനുശേഷം അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹം ഹോസ്പിറ്റലിലായിരിക്കുമ്പോൾ അവർ പറഞ്ഞു, ശ്വാസകോശത്തിനുള്ളിൽ എയർ ഫില്ലായിട്ടുള്ളതുകൊണ്ട് ചങ്ക് തുളച്ച് അവരെ ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അവർ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചു. ഉടനെ പരിശുദ്ധ അമ്മയോട് വിളിച്ചതിൻ്റെ ഫലമായി വിളിക്ക് വിളിപ്പുറത്ത് പരിശുദ്ധ അമ്മ അവർക്ക് ഉത്തരം നൽകുകയാണ്. അതിൻ്റെ ആവശ്യം വേണ്ടി വന്നില്ല. ഒരു മെഡിക്കേഷനിലൂടെ അദ്ദേഹം ശരിയായി. വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും പരിശുദ്ധ അമ്മയുടെ ഈശോയുടെ സാന്നിധ്യം അവർക്ക് അനുഭവിക്കുകയാണ്. അദ്ദേഹത്തിന് പെട്ടെന്ന് ശ്വാസം കിട്ടാത്ത ഒരവസ്ഥ വന്നപ്പോൾ ആരോ മരിക്കാൻ പോവുകയാണെന്നൊരു വലിയ ഒരുക്കത്തോടുകൂടി ഇരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം അവർക്ക് വന്നു ചേർന്നു. ഒരു ഷോൾഡറിൽ ഒരു അടി കിട്ടുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹം പരിശുദ്ധ അമ്മയെ കാണുന്നതായി ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. ഉടമ്പടിയിലായിരിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ വൈഫും മകളോട് പറയുന്നു, മോളെ നീ എന്തായാലും പാസ്സാകും, നാം ഉടമ്പടിയിലാണ്. പരിശുദ്ധ അമ്മ നിന്നെ ഇത്രയും കാത്തു പരിപാലിച്ചിട്ടുണ്ടല്ലോ, നിനക്ക് യാതൊന്നിനും കുറവ് വരില്ല. ഉടമ്പടിയിലൂടെ ജീവിക്കുമ്പോൾ നമുക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്. നമ്മുടെ കാര്യങ്ങളെല്ലാം കാത്തു പരിപാലിക്കാൻ, നമുക്ക് മാധ്യസ്ഥം വഹിക്കാനായി നമുക്കൊരു അമ്മയുണ്ട്. ഈശോയിൽ നിന്ന് നമുക്കെല്ലാം അമ്മ പ്രാപിച്ചു തരും. തൻ്റെ മക്കളുടെ അവസ്ഥകളും മക്കളുടെ വിജയങ്ങളും കുടുംബത്തിൻ്റെ അവസ്ഥകളുമെല്ലാം പരിശുദ്ധ അമ്മ ഏറ്റെടുത്തുകൊണ്ട് ഈശോയിൽ നിന്ന് നമുക്ക് പ്രാപിച്ചു തരുന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാൽ തീരാത്തതാണെന്ന് ഈ കുടുംബം ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. തങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വളരെ വിശ്വസ്തതാപൂർവം പാലിച്ചുകൊണ്ട്, വിശ്വസ്തത കാണിക്കുന്നവർക്ക്, വിശ്വസ്തയോടെ ഇരിക്കുന്നവർക്ക് എപ്പോഴും ഉടമ്പടി നൽകുന്ന ഒരു വലിയ പ്രത്യുത്തരമാണ് പരിശുദ്ധ അമ്മയുടെ സാമീപ്യം. എപ്പോഴും പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ഉടമ്പടി ഉപ്പിലൂടെയും വിശുദ്ധ തൈലത്തിലൂടെയും തേനിലൂടെയുമെല്ലാം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം നമുക്ക് നൽകുന്നു. വിശുദ്ധ വായനയിലൂടെ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു. നാം എങ്ങോട്ട് എന്ത് ചെയ്യണം, എങ്ങോട്ട് തിരിയണമെന്നെല്ലാം കൃത്യമായി നമുക്ക് ഉത്തരം ലഭിക്കുന്നത് ഉടമ്പടിയിലായിരിക്കുമ്പോഴാണ്. അതിനെയെല്ലാം നാം കൃത്യമായി പാലിച്ചുകൊണ്ടിരുന്നാൽ, ഉടമ്പടിയിലൂടെ നിത്യതയോളം നാം സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്കെപ്പോഴും ഒരു ഉറപ്പ് നൽകുന്നു. ജയമോൻ പറഞ്ഞ ആ ഒരു ഉറപ്പ്, നമുക്കൊന്നും സംഭവിക്കുകയില്ല, പരിശുദ്ധ അമ്മ നമ്മോടുകൂടെയുണ്ട്. സഞ്ചാരി മാതാവ് നമ്മോടുകൂടെ സഞ്ചരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഈ വലിയ മാധ്യസ്ഥത്തിന്, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും, നാം വിചാരിക്കാത്ത സമയങ്ങളിലും സാധ്യതകളും എല്ലാം നമുക്ക് നൽകുകയാണ്. റാണി തൻ്റെ എല്ലാ ലോഗോസ് ക്വിസ് എക്സാംസിലും പരീക്ഷകളിലും ഫസ്റ്റ് പൊസിഷനിലേക്ക് ഉയർത്തി ദൈവം സഹായിച്ചു, അനുഗ്രഹിച്ചു എന്ന് പറയുന്നു. വിശുദ്ധ വായനയുടെ അവരുടെ ഒരു തെളിവാണത്. ഞാൻ ബൈബിൾ നന്നായി പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, മനസ്സിൽ സംഗ്രഹിക്കാനുള്ള ഒരു ശക്തി അവരുടെ കുടുംബത്തിന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ ഉടമ്പടി കുടുംബത്തിൻ്റെ പ്രത്യേകത. നമുക്ക് ഇവരുടെ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.